ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ദ ബ്രെഡ് ഓഫ് ലൈഫ്. നിങ്ങളുടെ വീട്ടിൽ ഈ വചനവുമായി വരുവാൻ ഞാൻ എത്രയും സന്തോഷിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് റിസീവ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് ആമേനൊക്കെ പറയുന്ന എല്ലാവർക്കും വലിയ വലിയ അനുഗ്രഹങ്ങൾ വരും എന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഓക്കെ, അതുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ ഈ വചനം നിങ്ങളിൽ എത്തിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6:11 നമ്മൾ ധ്യാനിക്കുന്നു. ഗിവ് us this day our daily bread. ഫാദർ, അത് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എല്ലാ പള്ളിയിലും ചെല്ലുന്നതാണ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിസ്തീരിക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ചിത്തം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഇത് ചുമ്മാ കാണാപ്പാടും അങ്ങ് ചെല്ലുകയാണ്, വെള്ളം ഒഴിക്കുന്ന പോലെ അങ്ങ് ചെല്ലുകയാണ്. അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൻ്റെ ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, ആ ഫാദർ ഇൻ ഹെവൻ എന്ന് പറഞ്ഞു. ആ ബുക്കിൽ എഴുതിയത് വളരെ ക്ലിപ്തമായിട്ടാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഞാൻ ഒരു ബുക്കിൽ എഴുതാത്ത വചനങ്ങളാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് പറയിക്കുന്നുണ്ട് നിങ്ങളോട്. അതുകൊണ്ട് യഹോവ ഈരയാണ്, നമുക്ക് വേണ്ടി എല്ലാം തരുന്ന ഒരു ദൈവമാണ്. നമ്മൾ കണ്ടു ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി വന്നപ്പോൾ എന്താ ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്തു. മരുഭൂമിയിൽ എന്നാണുള്ളത്? മരുഭൂമിയിലൊന്നുമില്ല. ഞങ്ങൾ ഇസ്രായേലിന് ഈജിപ്റ്റ് വരെയും പോയി. അവിടെ മുഴുവൻ പാറയും മുഴുവൻ കുന്നുകളും മലകളും മാത്രമേ ഉള്ളൂ. ഒരു മരം പോലും കാണുന്നില്ല, വെള്ളം പോലും കാണുന്നില്ല. ഇപ്പോഴും അങ്ങനെ ഡ്രൈ ലാൻഡ് ആയിട്ടിരിക്കുകയാണ്. ഇസ്രായേലിന് ബസ്സിന് പോയി 8 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഈജിപ്തിലേക്ക്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് മരുഭൂമിയിലാണ് ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിക്കൊണ്ട് പോയത്. അവരുടെ മർക്കടമുഷ്ടിയും അവരുടെ അനുസരണയില്ലായ്മയും അവരുടെ പരാതിയും കുശുമ്പും കുന്നായ്മയും അങ്ങനെയെല്ലാം ദൈവത്തിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് 11 ദിവസത്തെ ജേർണി ആയിരുന്നു, അത് 40 വർഷക്കാലമാക്കി. അപ്പോൾ ആ ഈജിപ്തിൽ നിന്ന് തുടങ്ങിയവരിൽ ഒരു 6 ലക്ഷം ആണുങ്ങൾ, പിന്നെ സ്ത്രീകളും മക്കളും എല്ലാം കൂടെ കൂടി ഒരു 30 ലക്ഷമാണ് കണക്കാക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, അത്രയും അവരുടെ ആടുമാടുകളും എല്ലാം കൂടെ എന്നാ വലിയൊരു സൈന്യമാണ് യാത്ര ചെയ്യുന്നത്. അപ്പം അവർക്ക് മരുഭൂമി വന്നപ്പോൾ ഒന്നുമില്ല. ആദ്യം പറഞ്ഞു ചെങ്കടലിൻ്റെ അവിടെ വന്നു. ആ ചെങ്കടലിൻ്റെ അവിടെ നിന്നുകൊണ്ട് നിലവിളിച്ചപ്പോൾ മോശ വടി നീട്ടാൻ പറഞ്ഞു. ദൈവം അങ്ങനെ ചെങ്കടൽ പിളർന്ന് ഹൈവേ ആക്കി. ആ ചെങ്കടലിൻ്റെ നടുക്കൂടെ ഇസ്രായേൽ മക്കൾ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കടന്നുപോയി അല്ലേ. ഹീ ഈസ് ദ വേ മേക്കർ. ജീസസ് മേക്സ് വേ ഫോർ യു. ഹീ ഈസ് ദ വേ മേക്കർ. യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുന്നു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. നോ വൺ ക്യാൻ ഗോ ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. ഞാനാണ് സത്യവും ജീവനും വഴിയും, ഞാൻ മാത്രമാണ്. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്തോ സ്വർഗത്തിലോ കയറാൻ പറ്റുകയില്ല എന്ന്. സോ ഹീ ഈസ് ദ വേ മേക്കർ. ജീസസ് ആണ് ദൈവം ഒരുക്കിയ വഴിയാണ് നമുക്ക് വേണ്ടി. ഒരു പുതിയ വഴി ഒരുക്കിയിരിക്കുന്നു. തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറി. എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിലുണ്ട്. തിരശ്ശീല, ദേഹമെന്ന തിരശ്ശീല കീറിയാണ് നമുക്ക് ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലത്തേക്ക്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കുന്നത്. പണ്ടൊക്കെ പേടിയോടും വിറയലോടും കൂടിയാണ് പ്രധാന പുരോഹിതൻ ചെന്നത് ദൈവത്തിൻ്റെ അടുത്ത് ആ ഹോളി ഓഫ് ഹോളീസിൽ. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ നമുക്ക് അതിധൈര്യത്തോടെ ദൈവത്തോട് പോകാം. ദൈവം നമ്മുടെ ഫ്രണ്ടാണ്, ദൈവം നമ്മുടെ അപ്പനാണ്, ദൈവം നമ്മുടെ ബ്രദറാണ്, ദൈവം നമ്മുടെ എല്ലാമാണ്, ഹസ്ബൻഡാണെന്ന് പോലും എഴുതിയിട്ടുണ്ട്. സോ ദൈവം, പിതാവില്ലാത്തവർക്ക് പിതാവാണ് ദൈവം. പിന്നെ വിധവയ്ക്ക് കാന്തനാണ് ആ ദൈവം. അങ്ങനെ ഫ്രണ്ട്സാണ്, നമുക്ക് ഫ്രണ്ട്സാണ്. ആരും ഇല്ലാത്തവർക്ക് ഒരു ഫ്രണ്ടായിട്ട് ദൈവം കൂടെയുണ്ട് അല്ലേ. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് നമ്മൾ പാടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഫ്രണ്ട് ജീസസ് പറഞ്ഞു, ഐ വിൽ നോട്ട് കോൾ യു സെർവൻസ് ബിക്കോസ് സെർവൻറ്റ് ഡസ് നോട്ട് നോ വാട്ട് ദ മാസ്റ്റർ ഈസ് ഡൂയിങ്. ഐ കോൾ യു ഫ്രണ്ട്സ് ബിക്കോസ് യു ആർ മൈ ഫ്രണ്ട്സ് എന്ന്. നിങ്ങളെ ഞാൻ ദാസെന്ന് വിളിക്കുകയില്ല, ദാസന് യജമാനം ചെയ്യുന്നു എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ ത്യാഗം വേറെ എന്തുള്ളൂ എന്ന്. അപ്പോൾ യേശു നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നു, രക്തം മുഴുവൻ ചിന്തി. അതുകൊണ്ടാണ് നമുക്ക് കൃപാസനത്തിലേക്ക് അതിധൈര്യമായിട്ട് ചെന്ന് അബ്ബാ ഫാദർ, ഹെവൻലി ഫാദർ, ഡാഡി, പപ്പ എന്നൊക്കെ വിളിക്കുവാൻ നമ്മൾക്ക് ദൈവത്തെ ഭയഭക്തി ഉണ്ടാകണം. തീർച്ചയായിട്ടും ദൈവം വലിയവനാണ്. അത്രയും വലിയ ദൈവം ഇത്രയും ചെറിയ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ, ദേഹത്തിൽ വന്ന് വസിക്കുക, നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ അത്ഭുതമാണ്. ദാറ്റ് ഈസ് ആൻ അത്ഭുതം. ഓൾ മിറക്കിൾ, സാൽവേഷൻ ഈസ് എ മിറക്കിൾ. അത് അത്ഭുതമാണ്. വീണ്ടും ജനനം മിറക്കിളാണ്.
സൽവേഷൻ, രക്ഷ എന്നത് മിറക്കിളാണ്. പിന്നെ ഒരു പുതിയ സൃഷ്ടി, ഇപ്പോൾ ഞാനായിരിക്കുന്ന ഒരു മിറക്കിളാണ്. ഐ ആം എ വണ്ടർ. നമ്മളൊരു വണ്ടറാണ്. നാച്ചുറൽ ലൈഫൊക്കെ സൂപ്പർ നാച്ചുറലായി. ആദ്യമൊക്കെ നമ്മൾ സാധാരണ ജീവിതമായി, ഞാൻ പറഞ്ഞ ഒരു കുഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ ഒന്നുമില്ലാതെ ജീവിച്ച ഒരാൾ സ്ഥിതി മാറ്റി ഒരു ഹിസ്റ്ററി മേക്കറാക്കിയത്, ഒരു ഹിസ്റ്ററി മേക്കർ, ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു സ്ത്രീയാക്കിയത് എന്താണ്? യേശു മാത്രമാണ്. യേശുവിൻ്റെ കൃപയാണ്. അങ്ങനെ ഓരോരുത്തരെയും ദൈവം ആക്കും, ദൈവം ഉയർത്തും. തീർച്ചയായിട്ടും നിങ്ങൾ ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ, വിശ്വസിച്ചാൽ, ഈ വചനം ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ആ ദൈവം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും യഹോവ ഈരെ വിളിച്ച് അപേക്ഷിക്കാം. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതെല്ലാം കർത്താവിന് ഓൾറെഡി ഹി നോസ്. ഈ ജൈറ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആ ചെങ്കടൽപ്പെടുന്ന ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം തീർക്കാൻ പോവുകയാണ്. Philippians 4:19 says the God of peace will, he will provide all according to the glorious riches in Jesus Christ. My God shall supply all your needs according to glorious riches in Christ Jesus. അതായത് ക്രിസ്തുയേശുവിൻ്റെ മഹിമേശ്വരമായി ക്രിസ്തുയേശുവിൽ കൂടി നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ യഹോവ നല്ല ഇടയനാണ്. ഹീസ് എ ഗുഡ് ഷെപ്പേർഡ്. നമുക്ക് വേണ്ടി എല്ലാം കരുതുന്ന, നമ്മളെ കാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കാണുന്ന ദൈവമാണ്. ഓമിനി പൊട്ടൻ, ഓമിനി പെർസൻ, ഓമിനിസൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവമാണ്. ആ ദൈവത്തെ എൻ്റെ മുമ്പിൽ ഞാൻ എപ്പോഴും വെച്ചിരിക്കുകയാണ്. എപ്പോഴും എൻ്റെ കൂടെ നടക്കുകയാണ്. ആ ദൈവം എന്നിലുണ്ട്. ഞാനും ദൈവവും ഒന്നാണ്. ആമേൻ. ഞാനും ഈശോയും ഒന്നാണ്. ഞാനും യേശു ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അങ്ങനെ ജീവിച്ചാൽ വി ആർ ഗോഡ് പൊസസ്ഡ് പീപ്പിൾ. നമ്മൾ ദൈവത്തെ പൊസസ് ചെയ്യണം. അതായത് ഈവിൾ സ്പിരിറ്റ് പൊസസ്ഡ് ആരും ആയിരിക്കരുത്. ആരും സാത്താനെ ഇടം കൊടുക്കരുത്. ദൈവമാണ് നിങ്ങളുടെ വീട്ടിൽ, ദൈവമാണ് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ. ദൈവത്തിന് സ്ഥാനം കൊടുക്കുക. എന്തെങ്കിലും ഐഡൽ വർഷിപ്പ് ഉണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളയുക. വിഗ്രഹാർപ്പിതം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൂരെ കളയുക. അതൊന്നും ദൈവത്തിന് ഇഷ്ടമില്ല. സൃഷ്ടാവിനെ മാത്രമേ നിങ്ങൾ നമസ്കരിക്കാമുള്ളൂ. സൃഷ്ടിയെ ഒന്നും പൂജിക്കാൻ പാടില്ല. സൃഷ്ടാവിനെ രക്ഷിക്കണം. നിങ്ങൾ അൺനോൺ ഗോഡിനെ നിങ്ങൾ സേവിക്കരുത്. നിങ്ങൾ അൺനോൺ ഗോഡിനോട് പ്രാർത്ഥിക്കരുത്. ഈ ജീവനുള്ള ദൈവത്തെ യേശുവിനോട് പ്രാർത്ഥിച്ച് നോക്കിക്കേ. എനിക്കെല്ലാം തന്ന ദൈവം നിങ്ങൾക്കും തരും. ആമേൻ. കർത്താവ് യേശുവെ, ഞാൻ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവമേ ഈ സത്യം അറിഞ്ഞ് സത്യം അവരെ സ്വതന്ത്രമാക്കട്ടെ. അവർക്കെല്ലാ അനുഗ്രഹങ്ങളും വർഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.